സമയം അർദ്ധരാത്രി. കാട്ടിലൂടെ ഒരു കൊച്ചു പെൺകുട്ടി പേടിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. അവളുടെ കയ്യിൽ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവക്കുട്ടിയുണ്ട്. അവളുടെ പുറകെ തന്നെ ഒരാള് അവളെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. സോ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി. ഓടി വീട്ടിലെത്തിയ കുട്ടി അയാൾ കാണാതെ ഒരു മുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവൾക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവിടെ വെച്ച് അയാള് ഒട്ടും ദയയില്ലാതെ ആ കുട്ടിയെ ക്രൂരമായി വെട്ടിക്കൊല്ലാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. വേറെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ കാണാതായിട്ടും മരണപ്പെട്ടിട്ടുമുണ്ട്. കൊച്ചുകുട്ടികളെ വേട്ടയാടി കൊല്ലുന്ന ഒരു സൈക്കോ കില്ലറാണ് അയാൾ. അതിനുശേഷം ആ കാലഘട്ടത്തിൽ ബോഡി സെർച്ച് എന്ന് പറയുന്ന ഒരു ഗെയിം വരികയാണ്. ആ ഗെയിമിൽ അകപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ പലരും മെന്റലി ബാധിക്കപ്പെട്ടതായും കാണിക്കുന്നു. 2022 പുറത്തിറങ്ങിയ ജാപ്പനീസ് ഹൊറർ ത്രില്ലർ മൂവിയായ റിമെമ്പർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രസന്റ് ഡേ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറോയിൻ അസുക. അവള് സ്കൂളിൽ പോവാൻ നിൽക്കുകയാണ്. അമ്മ അസുഖക്ക് വേണ്ടി ലഞ്ച് കൊടുത്തയക്കുന്നുണ്ട്. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് കുറച്ചധികം ഫുഡ് അമ്മ പാക്ക് ചെയ്യുന്നുണ്ട്. അസുക സ്കൂളിലോട്ട് പോവാണ്. എല്ലാവരും ഫ്രണ്ട്സുകളുടെ കൂടെ കൂട്ടായി പോകുമ്പോൾ അവൾ മാത്രം ഒറ്റക്കാണ് നടക്കുന്നത്. അസുക്കയുടെ ക്ലാസ് പ്രസിഡന്റ് ആയ റീ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ ഫ്രണ്ട്സും അതിലൂടെ പോവാണ്. റീ ആ സ്കൂളിലെ തന്നെ പോപ്പുലർ ഗേൾ ആണ്. അവളുടെ സ്കൂളിലെ രണ്ട് പയ്യന്മാര് റീയെയും വായി നോക്കി കമന്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അസൂക്ക അതിലൂടെ പോകുന്നത് അവർ കാണുന്നത്. ഇവളെ പോലെ ഒരു ലൂസർ വേറെ ഉണ്ടാവില്ല. ഇവളെ പോലെ ഒരാളുടെ കൂടെ നടക്കുന്നത് പോലും നാണക്കേടായിട്ടാവും. ആരും ഇവളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടാത്തത് എന്ന് അസൂക്കയെ നോക്കി ആ പയ്യന്മാര് പറയാണ്. ഇതാണ് അവളുടെ അവസ്ഥ. സ്കൂളില് ഫ്രണ്ട് എന്ന് പറയാന് ഒരാൾ പോലും അവൾക്കില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അസുക്കയുടെ ക്ലാസ്സിലെ ടെക്കഹീറോ എന്ന് പറയുന്ന പയ്യൻ അറിയാതെ വന്ന് അവളെ കൂട്ടിമുട്ടുകയാണ്. അപ്പോ അസുക്കയുടെ ബാഗ് താഴെ വീഴുന്നു. ടെക്കഹീറോ അത് എടുത്തു കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട്സ് അവനെ വിളിച്ച് അവിടെ നിന്ന് പോവാണ്. അവിടെ ക്യൂട്ടായ ഒരു പൂച്ചക്കുട്ടിയെ കണ്ട് അസുക അതിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ അവളുടെ ക്ലാസ്സിലെ തന്നെ റുമിക്കോ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വന്ന് ഇറങ്ങാവും. പിന്നീട് നോക്കുമ്പോൾ ആ പൂച്ചക്കുട്ടി അവൾ അവിടെ കാണില്ല. പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിക്കുന്ന ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ ആ പൂച്ചക്കുട്ടി ബസ്സിനടിയിൽപ്പെട്ട് ചത്തു കിടക്കാവും. അത് കണ്ട് അവൾക്ക് ഒരുപാട് വിഷമമാവുന്നു. അങ്ങനെ അവൾ സ്കൂളിലെത്തി. അവൾ അടുത്ത് തന്നെ ടെക്കഹീറോയുണ്ട്. അസുഖക്ക് അവനോടൊരു ക്രഷ് ഉണ്ട്. അവനോട് എങ്ങനെയും സംസാരിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ടെക്കഹീറോയുടെ ടൈപ്പിന് താഴെ വീഴുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അതെടുത്തു കൊടുത്ത് അവനോട് അങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ റീ വന്ന് അത് അവൻ എടുത്തു കൊടുക്കുകയാണ്. സംസാരിക്കാനുള്ള അവസരം മിസ്സായ സങ്കടത്തില് അസുഖ അവളുടെ ക്ലാസ്സിൽ ചെല്ലാണ്. അവിടെ ഒരു കുട്ടി പോലും അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ സമയം ഫെസ്റ്റിവലിന് വേണ്ടി അവരുടെ ക്ലാസ്സിൽ നിന്നും കളക്ട് ചെയ്ത ഫണ്ട് കാണാതാവുകയാണ്. ആ ക്യാഷ് അവരുടെ ക്ലാസ്സിലെ തന്നെ ഷോട്ട എന്ന് പറയുന്ന പയ്യന്റെ ഡെസ്കിൽ നിന്നും കുറച്ച് പയ്യന്മാര് കണ്ടെത്താണ്. ശരിക്കും ഈ ഷോട്ട എന്ന് പറയുന്ന പയ്യൻ അധികാരോടും സംസാരിക്കൊന്നും ചെയ്യാത്ത ഒരു മിണ്ടാപ്രാണി ടൈപ്പാണ്. സോ അവന് വേണം വെച്ച് ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് ആ പയ്യന്മാര് ആ ക്യാഷ് അവന്റെ ഡെസ്കിൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. എന്നിട്ട് ഷോട്ട അത് മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് അവനെ ബുള്ളി ചെയ്യാണ് അവര്. അത് മനസ്സിലാക്കുന്ന റീ ഷോട്ടയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓ ഈ ക്യാഷ് ഞാൻ ഇവിടെയാണോ കൊണ്ടുവന്ന് വെച്ചത്, മറന്നുപോയി, എന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ആക്കാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്കിന്റെ സമയമായി. എല്ലാവരും അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അസൂക്ക മാത്രം ആരുമില്ലാതെ ഒറ്റക്കാണ്. സോ ഫുഡും എടുത്ത് അവള് സ്കൂളിലെ തന്നെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരിടത്ത് ഒറ്റക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ട കിണറിൽ നിന്ന് ചോര പുരണ്ട ഒരുപാട് കൈകൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അത് കണ്ട് അസുഖ ഷോക്കായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ എന്തോ തട്ടിമറിയുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. അവള് നോക്കിയപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. മോളെ, ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ മറ്റൊരിടത്ത് പോയി ഭക്ഷണം കഴിക്കുമെന്ന് അവരവളോട് പറയാണ്. അത് കേട്ട് ശരിയെന്ന് പറഞ്ഞ് അസുഖ അവിടെ നിന്ന് പോരുകയാണ്. പോരുന്നതിന് മുന്നേ നേരത്തെ കണ്ടത് ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവളെ പൊട്ടക്കിണറ്റിൽ വന്ന് നോക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും അവൾ കാണുന്നില്ല. അസുഖ ഫുഡ് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവളുടെ സ്കൂളിലെ ലൈബ്രറിയൻ അവിടെ എന്തോ കുഴിച്ചിടുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അയാൾ അസുഖയെ കണ്ടെങ്കിലും കുഴിച്ചിടല് പൂർത്തിയാക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ്. അയാളുടെ വിയേഡായ പെരുമാറ്റം കണ്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് അസുഖ. അപ്പോ അവളുടെ പുറകിൽ നിന്നും ഒരു പെൺകുട്ടി എന്റെ കാണാതായ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ എന്നെ സഹായിക്കുമോ എന്ന് അവളോട് ചോദിക്കുന്നത്. അത് കേട്ട് അസുഖ തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അടുത്ത സീനിൽ ടെക്കഹീറോനെ കാണിക്കുന്നു. അവൻ നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. അവൻ നല്ലൊരു ടീമിൽ സെലക്ഷൻ കിട്ടിയിരുന്നുവെങ്കിലും എന്തൊക്കെയോ കാരണം കൊണ്ട് അവനത് വേണ്ടെന്ന് വെക്കായിരുന്നു. അടുത്ത സീനിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ കാണിക്കാണ്. ഇവന്റെ പേരാണ് അത്സുഷി.
അവനും അസുക്കയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് അവൻ ക്ലാസ്സിലൊന്നും വരുന്നില്ല. അടുത്ത സീനിലെ ഷോട്ടയെ കാണിക്കാണ്. അവനെ ആണെങ്കിലോ എപ്പോഴും ഓരോരുത്തരായി ബുള്ളി ചെയ്തുകൊണ്ടേയിരിക്കാണ്. അത് കഴിഞ്ഞ് റിയയെ കാണിക്കുന്നു. അവളുടെ കൂടെ എപ്പോഴും 3 ഫ്രണ്ട്സ് വാലുപോലെ നടക്കുമെങ്കിലും അവർക്ക് ആർക്കും അവളോടൊരു ആത്മാർത്ഥമായ സൗഹൃദമല്ല. റിയ സ്കൂളിലെ പോപ്പുലർ ഗേൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെയും മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം റിയയുടെ കൂടെ നടക്കാണ് അവര്. അടുത്ത സീനിൽ റുമിക്കോയെ കാണിക്കുന്നു. അവൾ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ അവൻ വർക്ക് ചെയ്യുന്ന പബ്ബിലാണുള്ളത്. അവൻ എപ്പോഴും ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. സോ അവൻ അവിടെ നിന്നും മാറുന്ന സമയത്ത് റുമിക്കോ അവന്റെ ഫോൺ എടുത്ത് നോക്കാണ്. അതിലൊരു പെൺകുട്ടിയുടെ മെസ്സേജ് അവൾ കാണുന്നു. അവൻ ഓൾറെഡി മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ താമസിക്കുന്നുണ്ടെന്നും അത് മറച്ചു വെച്ച് തന്നെ ചീറ്റ് ചെയ്യുകയാണെന്നും റുമിക്കോ മനസ്സിലാക്കുന്നു. സോ ഈ 6 പേരും അവരുടേതായ രീതിയിൽ ഓരോ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രാത്രി അസൂക്കയുടെ ഫോണിലോട്ട് അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു. എന്തുകൊണ്ടാണ് റെഡ് പേഴ്സൺ ചുവന്ന കളറിലെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അതിന്റെ ശരീരം മുഴുവൻ ചോരയിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. നിന്നെ അത് പിടിച്ചാൽ നീയും ചോരയിൽ കുളിക്കും. അപ്പോൾ നീ എന്തു ചെയ്യും? അത് കണ്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും തന്നെ കളിപ്പിക്കാണോ എന്ന് വിചാരിക്കുകയാണ് അവൾ. അപ്പോൾ അതേ നമ്പറിൽ നിന്നും എന്താ ഒന്നും പറയാത്തത്, എനിക്ക് ഉത്തരം താ എന്നും പറഞ്ഞ് തുടരെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് ഫോൺ ടേബിളിൽ വെച്ച് ബെഡിൽ കിടന്ന് അവൾ പുതപ്പ് കൊണ്ട് മൂടുകയാണ്. ക്ലോക്കിൽ സമയം 12 മണിയെന്ന് കാണിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ അസുക ഇപ്പോൾ അവളുടെ സ്കൂളിലെ പ്രെയർ ഹാളിലാണുള്ളത്. അവിടെ ടകഹീറോ, റി, ഷോട്ട, റുമിക്കോ, അസുഷി ഇവരുമുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോമാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കണ്ട ആ പെൺകുട്ടിയാണ് നമ്മളിവിടെ എത്താൻ കാരണമെന്ന് ഷോട്ട പറയുന്നു. ഞാനും ആ പെൺകുട്ടിയെ കണ്ടിരുന്നു എന്ന് മറ്റുള്ളവരും പറയാണ്. അതായത് അന്ന് അസുഖയോട് എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുമോ എന്നൊരു പെൺകുട്ടി ചോദിച്ചില്ലേ, അവളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ അവരാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് അച്ചുഷി അവിടെ നിന്നും പോവാണ്. ടകഹീറോ അവനെ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ അച്ചുഷി പോകുന്നു. നമ്മൾ ബോഡി സെർച്ച് എന്ന ഗെയിമിൽ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഷോട്ട പറയുന്നു. പെട്ടെന്നാണ് അസുഷിയുടെ ഉറക്കെയുള്ള നിലവിളി കേൾക്കുന്നത്. അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ ശരീരം 2 തുണ്ടായി മരിച്ചു കിടക്കുന്ന അസുഷിയാണ് കാണുന്നത്. അവർ ആകെ ഷോക്കാവുന്നു. റുമിക്കോയുടെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ബിൽഡിങ്ങിന് അകത്തുണ്ടായിരുന്ന അവളും മരിച്ചു വീഴുന്നത് അവർ കാണുന്നു. അവിടെ മറ്റെന്തിൻ്റെയോ നിഴൽ അവർ കാണുന്നുണ്ട്. പേടിച്ചുപോയ അവർ രക്ഷപ്പെടാനായി അവിടെ നിന്നും ഓടി ഗേറ്റിനടുത്തെത്താണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഗേറ്റ് തുറക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോഴേക്കും അത് അവരുടെ അടുത്തെത്തിയിരുന്നു. അവിടെ നിന്നും ഓടി അവർ പലയിടത്തായി ഒളിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഷോട്ടയുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ ആരോ അവനെ ക്രൂരമായി കൊന്നിടുന്നതാണ് അവർ കാണുന്നത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റിയയും ക്രൂരമായി അത് കൊല്ലുന്നു. ഇനി ജീവനോടെ ബാക്കിയുള്ളത് അസുക്കയും ടകഹീറോയും മാത്രമാണ്. അവരുടെ നേരെയും അത് വരുന്നത് കണ്ട് ടകഹീറോ അവളെയും കൂട്ടി അവിടെ നിന്നും ഓടി ഒരു റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് കട്ടിലിനടിയിൽ അവളെ ഒളിപ്പിച്ചിരുത്താണ്. അപ്പോഴേക്കും അതവിടെ എത്തിയിരുന്നു. ടകഹീറോ ഡോർ ലോക്ക് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോക്കും പൊളിച്ചു വന്ന് അത് അവനെയും ക്രൂരമായി കൊന്നു കളയുന്നു. അവസാനമായി ഇനിയുള്ളത് അസൂക്ക മാത്രം. അവളുടെ മുന്നിൽ ചോരയിൽ കുളിച്ച 2 കാലുകൾ അവൾ കാണുന്നു. അതവൾ ഒളിച്ചിരിക്കുന്ന കട്ടിലിന് മുകളിൽ കയറി ഉറക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നത് നിലച്ചു. അവിടെ ആകെ നിശബ്ദത. ഇനി എന്ത് സംഭവിക്കുന്നറിയാതെ അവളിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് അത് അവളെ കട്ടിലിനടിയിൽ നിന്നും വലിച്ച് പുറത്തേക്ക് ഇടാണ്. അപ്പോഴാണ് അവൾ അതിന്റെ യഥാർത്ഥ രൂപം കാണുന്നത്. ശരീരം മുഴുവൻ ചോരയിൽ കുളിച്ച് വികൃതമായൊരു രൂപം. ഇതാണ് റെഡ് പേഴ്സൺ. അതിന്റെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കൊല്ലപ്പെട്ട ആ കൊച്ചു പെൺകുട്ടിയാണ് ഇപ്പോൾ റെഡ് പേഴ്സൺ ആയി വന്ന് അവരെല്ലാം ക്രൂരമായി കൊല്ലുന്നത്. മറ്റുള്ളവരെ എല്ലാം കൊന്ന പോലെ തന്നെ അത് അസുക്കയെയും ക്രൂരമായി കൊല്ലാണ്. പെട്ടെന്ന് അലാം അടിക്കുന്നു. അസുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാണ്. ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് പേടിയാവാണ്. അങ്ങനെ അവൾ എണീറ്റ് സ്കൂളിൽ പോവാൻ റെഡിയാവാണ്. എന്നാൽ ക്ലോക്കിൽ ഇന്നലത്തെ അതേ ദിവസം തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. അസൂക്ക റെഡിയായി അമ്മയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ അതേ ഫുഡ് തന്നെ ഇന്നും അവൾക്ക് സ്കൂളിലേക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നലെ അമ്മ അവളോട് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ ഇന്നും അവളോട് പറയാണ്. അത് കേട്ട് അവളൊന്ന് കൺഫ്യൂസ്ഡ് ആവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്നലത്തെ അതേപോലെ തന്നെ ബസ്സിനടിയിൽപ്പെട്ട് ആ പൂച്ച ചത്തു പോവാണ്. ക്ലാസ്സിലെത്തിയപ്പോഴോ എല്ലാം ഇന്നലത്തെ അതേപോലെ തന്നെ.
ഫെസ്റ്റിവലിന് വേണ്ടി അവരുടെ ക്ലാസ്സിൽ നിന്നും കളക്ട് ചെയ്തു വെച്ച മണി കാണാതെ പോയെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അത് ഷോട്ടയുടെ ഡെസ്കിൽ നിന്ന് ആ പയ്യന്മാരെടുക്കുകയാണ്. എന്നിട്ട് ആ കുറ്റം ഷോട്ടയുടെ തലയിലിടാൻ നോക്കുന്നു. അപ്പോഴേക്കും ടക്കഹീറോ അവിടെ വന്ന് ഷോട്ടേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒപ്പം തന്നെ റേയും റുമിക്കോയും ഉണ്ടായിരുന്നു. അത് കണ്ട് അസുക്കയും അവരുടെ പുറകെ പോവുകയാണ്. എന്താണ് ബോഡി സെർച്ച്? അതിനെ കുറിച്ച് പറയാൻ വേണ്ടി ടക്കഹീറോ ഷോട്ടയോട് ആവശ്യപ്പെടുകയാണ്. ബോഡി സെർച്ച് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അതിൽ പെട്ടുപോയവര് വിക്ടിമിന്റെ വെട്ടിമാറ്റപ്പെട്ട ശരീരഭാഗങ്ങൾ കണ്ടുപിടിക്കണം. എല്ലാ ദിവസവും അർദ്ധരാത്രിയാവുമ്പോൾ ഈ ഗെയിം സ്റ്റാർട്ടാവും. ആ ശരീരഭാഗങ്ങൾ പലയിടത്തായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അത് മുഴുവനായി കണ്ടുപിടിച്ച് ഒന്നിച്ചു വെക്കാതെ നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഗെയിമിനിടെ ആ റെഡ് പേഴ്സന്റെ കൈപ്പെട്ട അത് നമ്മളെ കൊല്ലും. ഈ ഗെയിം കംപ്ലീറ്റ് ആക്കുന്നത് വരെ ഇന്നത്തെ ഈ ദിവസം റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു ടൈം ലൂപ്പ് പോലെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷോട്ട അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. രാത്രി 12 മണി. അവരെല്ലാവരും ഇന്നലത്തെ അതേപോലെ തന്നെ അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സോ അവർക്കിത് കളിക്കല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഓരോരുത്തരായി പല വഴിക്ക് ബോഡി പാർട്സ് അന്വേഷിച്ചു പോവുകയാണ്. അസൂക്ക മുകളിലെ ഒരു ഇരുട്ടുള്ള മുറിയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ആരോ ലൈറ്റ് ഓൺ ആക്കാണ്. നോക്കുമ്പോൾ അത് ടക്കഹീറോ ആയിരുന്നു. ലൈറ്റ് ഇട്ടാ അത് നമ്മളെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ എന്ന് അസൂക്ക അവനോട് ചോദിക്കുന്നു. അതിന് പ്രേതങ്ങൾക്ക് ലൈറ്റ് അലർജി അല്ലേ? ആ, അത് ശരിയാണല്ലോ. അങ്ങനെ അവരവിടെ മൊത്തം തിരയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ റൂമിൽ നിന്ന് അവർ അതിന്റെ ഒരു കൈ കണ്ടെത്താണ്. പെട്ടെന്ന് പുറത്തുണ്ടായിരുന്ന ലൈറ്റ്സ് ഒക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. അത് അവരെ കണ്ടുപിടിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. രക്തത്തിൽ കുളിച്ച ആ രൂപം അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അസുഖ ചോദിക്കുമ്പോൾ ടക്കഹീറോ ആ കൈ അവളുടെ അടുത്ത് കൊടുത്തിട്ട് അത് കൃത്യസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ പറയാണ്. ശേഷം ടക്കഹീറോ ആ റെഡ് പേഴ്സന്റെ മുന്നിൽ ചെന്ന് അതിന്റെ ശ്രദ്ധ തിരിക്കാണ്. ആ കൈയുമായി അത് കാണാതെ അസുഖ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവിടെ വീഴാണ്. ആ ശബ്ദം കേട്ട് റെഡ് പേഴ്സൺ അവളുടെ നേരെ വരുന്നു. അപ്പോ അസുഖയെ രക്ഷിക്കാനായി ടക്കഹീറോ അതിനെ തടഞ്ഞു പിടിക്കാണ്. ആ സമയം കൊണ്ട് അസുഖ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. ടക്കഹീറോ അതുമായി ഒരുപാട് ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അത് അവനെ കൊല്ലുകയാണ്. ടക്കഹീറോയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ട് പേടിച്ചു പോയ ഷോട്ട അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയിൽ കയറി ഒളിക്കാണ്. അപ്പോ ആ പിശാജ് അവന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഷോട്ട ശ്വാസമൊക്കെ അടക്കി പിടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ആ പിശാജ് ആ അലമാര തള്ളിയിടുകയാണ്. സ്റ്റെപ്പിലൂടെ അവൻ ഉരുണ്ട് താഴെ വീഴാണ്. ശേഷം ആ അലമാരയിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ആ പിശാജ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് അവനെയും ക്രൂരമായി കൊല്ലാണ്. അവന്റെ കരച്ചില് റേയും റുമിക്കോയും കേൾക്കുന്നുണ്ട്. അപ്പോ അവരുടെ അടുത്തേക്ക് അസുഖ ഓടി വരുന്നത് അവർ കാണുന്നു. അവളുടെ പുറകെ തന്നെ റെഡ് പേഴ്സണും ഉണ്ടായിരുന്നു. അവര് വേഗം അവിടുത്തെ ഷട്ടർ താഴ്ത്താനുള്ള ബട്ടൺ പ്രസ് ചെയ്യാണ്. അസുഖയോട് വേഗം വന്ന് ഉള്ളിൽ കയറാനും പറയുന്നുണ്ട്. അവളുടെ പുറകെ തന്നെ ആ പിശാജ് ഓടി വരുന്നുണ്ട്. ഷട്ടർ ക്ലോസ് ആവുന്നതിന് മുമ്പേ അസുഖ അവരുടെ അടുത്ത് കയറണം. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി പാർട്ടാണ് ഇതെന്ന് പറഞ്ഞ് ആ കൈ അസുഖ അവർക്ക് കാണിച്ചു കൊടുക്കാണ്. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആ ഷട്ടർ പൊളിച്ച് അത് റിയയെ വലിച്ചുകൊണ്ട് പോകുന്നത്. റിയയെ രക്ഷിക്കാനായി അസുഖ അവളെ വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അസുഖയും ചേർത്ത് അത് വലിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ്. അവിടെ ചോരപ്പുഴ ഒഴുകുന്നത് കണ്ട് പേടിച്ച് റുമിക്കോ വേഗം ആ കൈയെടുത്ത് ഓടി കൃത്യസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാണ്. അപ്പോഴേക്കും ആ പിശാജ് അവിടെ എത്തിയിരുന്നു. അത് ചാടി വീണ് റുമിക്കോയെയും കൊല്ലാണ്. എല്ലാവരും മരിച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ഗെയിം കഴിഞ്ഞു. നേരം വെളുത്താണ്. ഇന്നലത്തെ അതേ ദിവസം. സോ ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന് അവർക്കറിയാം. അസുഖ വേഗം യൂണിഫോം മാറ്റി ആ പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ വരികയാണ്. അപ്പോഴേക്കും ടക്കഹീറോ അവിടെ എത്തി അതിനെ രക്ഷിക്കാണ്. അവരുടെ അടുത്തേക്ക് റിയും റുമിക്കോയും വരുന്നു. അവര് ഇന്നലത്തെ ഗെയിമിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുഖ ഒരുപാട് ഹാപ്പി ആവാണ്. കാരണം ഇത്രയും നാളും അവളോട് കൂട്ടുകൂടാനോ സംസാരിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അവളോട് അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കല്ലേ. ഇത് കാണുന്ന മറ്റു കുട്ടികളാവട്ടെ ഈ ലൂസറിന്റെ കൂടെ ഇവരെന്തിനാ സംസാരിക്കുന്നതെന്ന് അസുഖയെ നോക്കി പറയാണ്. അവർക്കിപ്പോ ഈ ഗെയിമിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. ക്ലാസ്സിലെത്തിയപ്പോഴോ ഷോട്ടയെ കള്ളനാക്കാൻ വേണ്ടി ആ പയ്യന്മാര് ഫെസ്റ്റിവൽ മണി അവന്റെ ഡെസ്കിൽ വെക്കാൻ ശ്രമിക്കുന്നത് റീ കൈയോടെ പൊക്കാണ്. അവനാകെ ചമ്മിപ്പോവാണ്. ഉച്ചക്കാവട്ടെ റീയും റുമിക്കോയും അസുഖയും ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കാണ്. അവരിപ്പോ നല്ല കമ്പനി ആയിട്ടുണ്ട്. ഒറ്റക്കായി പോയെന്നുള്ള വിഷമം അസുഖയ്ക്കുമില്ല. പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം തന്നെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ കുറിച്ച് ഓർത്ത് റേക്കും വിഷമല്ല. തന്നെ ചീറ്റ് ചെയ്യുന്ന ബോയ് ഫ്രണ്ടിനെ കുറിച്ചുള്ള വിഷമം റൂമിക്കോക്ക് മാറി. അവർ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ രാത്രി 12 മണിയായി. ഗെയിം വീണ്ടും സ്റ്റാർട്ടായിരിക്കുകയാണ്. എന്നാൽ ആ ദിവസം അവർക്ക് കൂടുതൽ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല.
തുടക്കത്തിൽ തന്നെ പൂളിൽ വെച്ച് ആ പിശാജ് റിയയെയും റുമിക്കോയെയും അസുക്കയെയും കൊല്ലുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ പിശാജിന്റെ കയ്യിലുള്ള പാവ അസുക്ക ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഷോട്ടയും ടകഹീറോയും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നു. ടകഹീറോയോട് അത്സുഷിയെ പറ്റി ഷോട്ട ചോദിക്കുന്നു. അതായത് ഇവർ 5 പേരെ കൂടാതെ ബോഡി സെർച്ച് എന്ന ഗെയിമിൽ പെട്ടുപോയ 6ാമത്തെ ആളാണല്ലോ അത്സുഷി. അവനും ടകഹീറോയും സ്കൂളിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ടകഹീറോയെ പോലെ തന്നെ അത്സുഷിയും സ്പോർട്സിൽ സ്കൂളിലെ സ്റ്റാർ ആയിരുന്നു. ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷനിൽ അവന് സെലക്ട് ആവാണ്. എന്നാൽ കാലിന് ഇഞ്ചുറി പറ്റിയത് കാരണം അത്തവണ മാച്ചിൽ പങ്കെടുക്കാൻ കഴിയാതെ അവൻ ടീമിൽ നിന്ന് പുറത്താവാണ്. ആ വിഷമത്തിൽ അവൻ പിന്നെ സ്കൂളിലേക്ക് വരാതായി. പിന്നീട് ഒരിക്കലും അവൻ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുമില്ല. ടകഹീറോ അവന് ഒരുപാട് മെസ്സേജസ് അയക്കുന്നുണ്ടെങ്കിലും കണ്ടിട്ടും അതിനൊന്നും റിപ്ലൈ അയക്കാതെ മനഃപൂർവ്വം അത്സുഷി അവനെ അവോയ്ഡ് ചെയ്യാണ്. സോ ബാക്കി 5 പേരും ചേർന്ന് ബോഡി സെർച്ച് എന്ന ഗെയിമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു റിയൽ ലൈഫ് മർഡറുമായിട്ട് ഈ ഗെയിമിന് ബന്ധമുണ്ട്. അന്ന് സ്കൂളിനടുത്ത് വെച്ച് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ കൊന്ന് അവളുടെ ശരീരഭാഗങ്ങൾ പലയിടത്തായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശരീരഭാഗങ്ങൾ പിന്നീട് കണ്ടുകിട്ടിയെങ്കിലും തല മാത്രം കണ്ടുപിടിക്കാനായിട്ടില്ല. ഇതിനെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ ലൈബ്രറിയിൽ അങ്ങോട്ട് വന്ന് ഇതൊരു ലൈബ്രറിയാണ്, ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെ അവർ സ്കൂളിന്റെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ഓരോ ദിവസവും സെർച്ച് ചെയ്ത ഭാഗങ്ങൾ അതിൽ മാർക്ക് ചെയ്ത് വെക്കാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ശബ്ദങ്ങളും നീക്കങ്ങളും കേൾക്കുന്നത് കൊണ്ടാണ് റെഡ് പേഴ്സൺ ഇവരെവിടെയാണെന്ന് മനസ്സിലാക്കുന്നതും കണ്ടുപിടിച്ച് ഇവരെ കൊല്ലുന്നതും. അതുകൊണ്ട് തന്നെ ബോഡി സെർച്ച് ചെയ്യുന്ന ടൈമിൽ മ്യൂസിക് ഉറക്കെ പ്ലേ ചെയ്യാൻ ഓരോ ദിവസവും ഓരോരോ ബോഡി പാർട്സ് ആയി അവർ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും അത്സുഷി അവരുടെ കൂടെ പങ്കെടുക്കുന്നില്ല. ടകഹീറോ എങ്ങനെയൊക്കെയോ റെഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോരുകയാണ്. അവന്റെ ദേഹത്ത് ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ അതിന്റെ ഒരു കാലുണ്ട്. എന്നാൽ മുന്നോട്ട് പോകാനാവാതെ അവൻ അവിടെ തളർന്നിരിക്കുകയാണ്. ഇതേ സമയമാണ് അത്സുഷി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൻ ടകഹീറോയെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത്സുഷിയെ കണ്ടപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ കാല് ടകഹീറോ അവന്റെ കൈ കൊടുക്കാണ്. അപ്പോഴേക്കും റെഡ് പേഴ്സൺ അവിടെ എത്തിയിരുന്നു. ടകഹീറോ പറഞ്ഞത് പ്രകാരം അത് കൊണ്ടുവെക്കാൻ അത്സുഷി ഓടുകയാണ്. കൃത്യമായി തന്നെ അവൻ അത് കൊണ്ടുവെക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഏറെക്കുറെ എല്ലാ ബോഡി പാർട്സും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ തല മാത്രമേ അവർക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അത് ആഘോഷിക്കാൻ വേണ്ടി അവരെല്ലാവരും നേരെ ബീച്ചിലോട്ട് പോകണം. ഇത്തവണ അത്സുഷിയും കൂടെയുണ്ട്. അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. ഒരുപാട് നേരം ഒന്നിച്ച് എൻജോയ് ചെയ്യുന്നു. ടകഹീറോയും ആസുകയും ഒന്നിച്ചിരിക്കുന്ന സമയം അവൾ ടകഹീറോയോട് പറയണം, ആദ്യ വർഷം നടന്ന സ്കൂൾ കോമ്പറ്റീഷനിൽ അവരുടെ സ്കൂളിന് വേണ്ടി അവളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പനി പിടിച്ചത് കാരണം അവൾക്കതിൽ പങ്കെടുക്കാനായില്ല. പനിയൊക്കെ മാറി സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ അവളെക്കുറിച്ച് ഓൾറെഡി ഒരു റൂമർ പടർന്നു കഴിഞ്ഞിരുന്നു. അതായത് മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പനി പിടിച്ചെന്ന് അവൾ കള്ളം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തവണ അവരുടെ സ്കൂളിന് വിജയിക്കാനും കഴിഞ്ഞില്ല. അവരുടെ സ്കൂളിനെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നു മുതല് അവളോട് ആരും സംസാരിക്കാതെയായി. എല്ലാവരും അവളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഇത് കേട്ട് ടകഹീറോക്കാകെ വിഷമാവാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനൊരു സാഹചര്യത്തിൽ അസുക്കയുടെ കൂടെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ലല്ലോ എന്ന്. അതിന് അവൻ അവളോട് സോറി പറയാണ്. ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ നേരെ ചെല്ലുന്നത് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട വീട്ടിലേക്കാണ്. ആ പെൺകുട്ടിയാണല്ലോ ഇപ്പോൾ റെഡ് പേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ളത്. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഇതുവരെയും അവർക്ക് അതിന്റെ തല മാത്രം കണ്ടുപിടിക്കാനായില്ല. സോ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് കരുതിയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ആ വീട് മൊത്തം അന്വേഷിക്കണം. അവിടെ ഒരു ചുമരിൽ മരപ്പലകകൾ ആണിയടിച്ചു വെച്ചിരിക്കുന്നത് അവർ കാണും. അവരത് പറിച്ചെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് റെഡ് പേഴ്സന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ആ പാവക്കുട്ടി ഉണ്ടാവും. ആ പാവയുടെ മേലെ നിറയെ രക്തമുള്ളത് അവർ ശ്രദ്ധിക്കും. അത് ആ പെൺകുട്ടിയുടെ രക്തമാണെന്ന് അവർ മനസ്സിലാക്കും. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറ് തുറക്കാണ്. അവിടെ ആ പെൺകുട്ടിയുടെ രൂപവും കാണുന്നുണ്ടാവും. ശബ്ദം കേട്ട് അവരങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആ പെൺകുട്ടിയെ കാണില്ല. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോള് അവിടെ ഉണ്ടാവില്ല. പെട്ടെന്ന് അത് എങ്ങോട്ട് പോയി? പേടിച്ചു പോയി അവര് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ രാത്രി അന്നത്തെ ഗെയിം സ്റ്റാർട്ട് ആവാണ്. എത്ര അന്വേഷിച്ചിട്ടും ഇന്നും അവർക്ക് അതിന്റെ തല കണ്ടുപിടിക്കാനായില്ല. അന്നത്തെ ദിവസം എന്തോ സ്ട്രേഞ്ച് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. കാരണം എല്ലാ ദിവസവും റെഡ് പേഴ്സൺ ഇതിലും നേരത്തെ വരികയും അവരെല്ലാം കൊല്ലുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് എത്ര നേരമായിട്ടും റെഡ് പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരതങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെഡ് പേഴ്സൺ അവരുടെ നേരെ വരുന്ന ശബ്ദം അവർ കേൾക്കണം. അതിന്റെ നിഴലും അവർ കാണുന്നുണ്ട്. പതിയെ പതിയെ അതിന്റെ രൂപം മാറി അതിന്റെ കയ്യിലുള്ള ഡോളിന്റെ രൂപത്തിലായി മാറുകയാണ്. വലിയൊരു ഭീകര രൂപം. അത് കണ്ട് പേടിച്ച് അവരെല്ലാം ഓടുകയാണ്. അവരുടെ പുറകെ വന്ന് ഓരോരുത്തരെയായി അത് കൊല്ലാൻ തുടങ്ങുകയാണ്. എല്ലാവരെയും പല രീതിയിൽ ക്രൂരമായി അത് കൊല്ലുന്നുണ്ട്. എന്നാൽ റിയെ അത് പിച്ച് ചീന്തി കഴിക്കുകയാണ്.
അങ്ങനെ അന്നത്തെ രാത്രി ഗെയിം കഴിഞ്ഞു. വീണ്ടും അതേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ എല്ലാ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അന്നത്തെ ദിവസം എന്തൊക്കെയോ മാറ്റുള്ളതായി അവർ ശ്രദ്ധിക്കണം. പൂച്ചയെ രക്ഷിക്കാൻ വരുമ്പോൾ അതിനെ അവിടെ കാണാനില്ല. പെട്ടെന്ന് ബസ് നിർത്തുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ ബസ്സിനടിയിൽപ്പെട്ട് അത് മരിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ്സിലെത്തിയപ്പോഴാണെങ്കിലോ റിയെ കാണാനില്ല. ക്ലാസ്സിലെ ലിസ്റ്റിൽ റിയയുടെ പേര് പോലും കാണാനില്ല. ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇന്ന് റിയെ കണ്ടോ എന്ന്. എന്നാൽ അവർക്കാർക്കും റിയ എന്നൊരാൾ അറിയ പോലുമില്ല. റിയ കാണാതായ വിവരം അറിഞ്ഞ് ആ സുഷിയും അന്ന് സ്കൂളിൽ വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അസുഖയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്നലെ എല്ലാരെയും ആ രൂപം കൊന്നു, പക്ഷെ റിയെ മാത്രം അത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രൂപെങ്ങാനും നമ്മളെ പിടിച്ച് കഴിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹോൾ എക്സിസ്റ്റൻസിനെ ഇല്ലാതാവുന്നുള്ള കാര്യം അവരപ്പം മനസ്സിലാക്കാണ്. ഇത്രയും ദിവസം നല്ല ഫണ്ണായി ഗെയിം കളിച്ചിരുന്ന അവർക്ക് ആകെ ടെൻഷൻ ആവാണിപ്പോൾ. എത്രയും പെട്ടെന്ന് അതിന്റെ തല കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോഴാണ് അസുഖയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അവർ ബോഡി സെർച്ച് ഗെയിമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ലൈബ്രറിയൻ അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബോഡി സെർച്ച് ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന് അയാളോട് വന്ന് ചോദിക്കാണ്. ആദ്യം അതേപറ്റി ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അയാള് അവളോട് അതേപറ്റി പറയണം. അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അയാളും ബോഡി സെർച്ച് ഗെയിമിൽ പെട്ടുപോയിരുന്നു. എന്നാൽ അതേപറ്റി ഒന്നും പിന്നീട് ഒരു ഓർമ്മയും അയാൾക്കുണ്ടായിരുന്നില്ല. ഈ ഗെയിം കളിക്കുന്ന ടൈമിൽ ബോഡി സെർച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കളക്ട് ചെയ്തിരുന്ന ഒരു ബുക്ക് കയ്യിലുണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഗെയിമിൽ താൻ പെട്ടുപോയിരുന്നു എന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. അതായത് വൺസ് ഈ ഗെയിം അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിമിനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും അവരിന്ന് ഇല്ലാതായി പോകും. അത് കേട്ട് അസുഖ ആകെ ഷോക്കാവാണ്. അത്രയും കാലം ഒറ്റപ്പെട്ട് നടന്ന അവൾക്ക് ഈ ഗെയിം കാരണമാണ് ഇങ്ങനെ സുഹൃത്തുക്കളെ കിട്ടിയതും അവരടുത്തതും. സോ ഗെയിം കഴിയുന്നതോടെ താൻ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നോർത്ത് അവൾ ഒരുപാട് വിഷമിക്കണം. അതെല്ലാം ആലോചിച്ച് ഒറ്റക്ക് നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ടകഹീറോ വരികയാണ്. ഗെയിമിനെ കുറിച്ച് ആലോചിച്ച് അവൾ ടെൻഷനായി നിൽക്കുകയാണെന്ന് വിചാരിച്ച് ടകഹീറോ അവളോട് പറയുന്നു, നീ പേടിക്കണ്ട, പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അസുക പറയും, ഈ ഗെയിം അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാം പഴയതുപോലെയാവും. വീണ്ടും എല്ലാവരിൽ നിന്നും ഞാൻ അപ്രത്യക്ഷമാവും, വീണ്ടും ഒറ്റപ്പെടും. അപ്പോൾ ടാക്കഹീറോ അവളോട് പറയും, ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കണ്ടുപിടിക്കും, നിന്റെ കൂടെ ഉണ്ടാവും എന്നും പറഞ്ഞ് അവന്റെ ടൈപ്പിന് അവൾക്ക് കൊടുത്ത് അവൻ പ്രോമിസ് ചെയ്യാണ്. ശേഷം അവളെ കിസ് ചെയ്യുന്നു. ടാക്കഹീറോ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അവിടെ വെച്ച് അവൾ മനസ്സിലാക്കണം. അങ്ങനെ അന്ന് ഗെയിം സ്റ്റാർട്ടാവുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അന്വേഷിക്കുന്ന തല റെഡ് പേഴ്സന്റെ ഡോളിന്റെ ഉള്ളിലായിരിക്കും. കാരണം പൂളിൽ വെച്ച് ഞാനതിനെ കണ്ടപ്പോൾ ആ ഡോളിന്റെ തലയാണ് വെള്ളത്തിൽ ആദ്യം മുങ്ങിപ്പോയത്. അസുക പറയുന്നു. അത് കേട്ട് ടകഹീറോ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആ തല ആ മോൺസ്റ്ററിന്റെ തലയുടെ ഉള്ളിലായിരിക്കും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അതിനെ പിടിക്കാനായി ഒരു ട്രാപ്പ് തയ്യാറാക്കണം. എങ്ങനെയെങ്കിലും ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്താൽ പ്രിയെ തിരിച്ചു കൊണ്ടുവരാം എന്ന പ്രതീക്ഷയിലാണ് അവർ. നമ്മൾ 6 പേരും ഓരോ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗെയിമിലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ടകഹീറോ അവരോട് പറയുന്നു. രക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടാണല്ലോ ആ പെൺകുട്ടി മരണപ്പെടുന്നത്. അങ്ങനെ ആ മോൺസ്റ്റർ അവരുടെ നേരെ വരികയാണ്. അവരെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും അവരെ കൊണ്ട് അധിക നേരം അതിനെ തടുത്തു നിർത്താൻ കഴിയുന്നില്ല. ആദ്യം തന്നെ അത് ഷോർട്ടയെ കൊല്ലുന്നു. ശേഷം ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് അവരുടെ പ്ലാൻ പ്രകാരം അതിന്റെ മേലെ പശ ഒഴിച്ച് അതിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ ഒട്ടിക്കാണ്. ശേഷം ചെങ്ങൽ ഉപയോഗിച്ച് അതിനെ വരിഞ്ഞു മുറുക്കാണ്. ഈ സമയം അസുക അതിന്റെ പിടിയിലാവുന്നു. അപ്പോൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് റുമിക്കോ അതിന്റെ കൈ മുറിച്ച് അസുഖയെ രക്ഷിക്കാണ്. എന്നാൽ അത് റുമിക്കോയെ കൊന്നു കളയുന്നു. എന്നാലും അവരതിനെ ചെങ്ങലയിൽ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴേക്കും അത് അത്സുഷിയെ പിടിച്ച് വിഴുങ്ങാണ്. തന്റെ കൂട്ടുകാരെ എല്ലാവരെയും കൊല്ലുന്നത് കണ്ട് ദേഷ്യം വന്ന് ടകഹീറോ ഒരു കട്ടിംഗ് മെഷീൻ എടുത്ത് അതിന്റെ തല രണ്ടായി പിളർക്കാണ്. അപ്പോൾ അതിന്റെ തലയുടെ അകത്ത് നിന്നും അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ തല അവർക്ക് കിട്ടുകയാണ്. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ച് തലയെടുത്ത് അതിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ നിൽക്കുമ്പോൾ അപ്പോഴേക്കും ആ മോൺസ്റ്റർ വീണ്ടും അവരെ തേടി വരികയാണ്. അത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ടകഹീറോ ആ മോൺസ്റ്ററെ എതിർക്കാൻ ശ്രമിക്കാണ്. എന്നാൽ അവനെയും അത് കൊന്നുകളയാണ്. ശേഷം അസുക്കയുടെ നേരെ ആ മോൺസ്റ്റർ വരികയാണ്. തന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും കൊന്ന ദേഷ്യം അവൾ അതിനോട് തീർക്കുകയാണ്. അത് തിരിച്ച് അവളെയും ഒരുപാട് ആക്രമിക്കുന്നുണ്ട്. ഇനിയും നിന്നെ ജയിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് അസുക അതിനെ ശക്തിയായി അടിക്കാണ്. അപ്പോൾ അത് ചെന്ന് വീഴുമ്പോൾ മുകളിൽ തൂങ്ങി നിന്നിരുന്ന കുരിശ് പൊട്ടി നേരെ അതിന്റെ മേലിൽ വന്ന് തറക്കാണ്. അങ്ങനെ ആ മോൺസ്റ്ററിന്റെ കഥ അവിടെ അവസാനിക്കണം.
അസുക ആ തല മറ്റു ശരീരഭാഗങ്ങളുടെ കൂടെ കൊണ്ടുവച്ച് ആ ശവപ്പെട്ടി മൂടുകയാണ്. അങ്ങനെ ആ ഗെയിം അവർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ദിവസം നേരം വെളുക്കുന്നു. ജൂലൈ 6. ആ ടൈം ലൂപ്പും അവിടെ അവസാനിച്ചിരുന്നു. അസുക ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ടി വിയിൽ അസുക്കയുടെ സ്കൂളിലെ പ്രെയർ ഹാളിൽ നിന്നും 30 വർഷം മുമ്പ് കൊലപാതകം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ തലയോട്ടി കണ്ടുകിട്ടി എന്ന രീതിയിലുള്ള ന്യൂസ് ഓടുന്നുണ്ടായിരുന്നു. ബോഡി സെർച്ച് എന്ന ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അസുക്കയ്ക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ അസുക മറ്റുള്ളവരോട് പറയുന്നില്ല. സ്കൂളിലെത്തിയപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ ആയിരുന്നു. ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും നഷ്ടമായതുകൊണ്ട് തന്നെ ആ 5 പേരും അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആത്സുഷിയും അന്ന് സ്കൂളിൽ വരുന്നുണ്ട്. സ്കൂൾ ഫെസ്റ്റിവൽ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് അവരുടെ ക്ലാസ്സിൽ നിന്നും റീ, റൂമിക്കോ, ഷോട്ട, ആത്സുഷി, ടകഹീറോ, അസുക ഇവർ 6 പേരും തന്നെയാണ് സെലക്ട് ആവുന്നത്. അങ്ങനെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 6 പേരും മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അസുക്കയുടെ കയ്യിൽ നിന്നും ടകഹീറോ അവൾക്ക് കൊടുത്ത അവന്റെ ടൈപ്പിന് താഴെ വീഴാണ്. അത് കാണുന്ന ടകഹീറോക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അവൻ അസുക്കയുടെ അടുത്ത് ചെന്ന്, ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്, ഞാൻ നിന്നെ കണ്ടെത്തിയെന്നും പറഞ്ഞ് ആ ടൈപ്പിൻ അവളുടെ കയ്യിൽ വെച്ചെടുക്കുകയാണ്. ഇത് കണ്ട് ബാക്കി 4 പേരും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ടകഹീറോക്ക് എല്ലാം ഓർമ്മ വന്ന സന്തോഷം അവളുടെ മുഖത്ത് കാണാം. ആ പൊട്ടക്കിണർ വീണ്ടും കാണിക്കുന്നു. അതിൽ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ട്. എന്നാൽ ആ കൊലപാതകത്തെക്കുറിച്ചുള്ള ന്യൂസ് പതുക്കെ മാഞ്ഞ് അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ വരികയാണ്. അസുക മോറിസാക്കി, അതെ, നമ്മുടെ ഹീറോയിൻ 8 വയസ്സിൽ കൊല ചെയ്യപ്പെട്ടു എന്ന ന്യൂസും കാണാം. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു.